കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 700. സൂറത്തുൽ അംബിയാ ആയത്തുകൾ 1 മുതൽ 29 വരെ. 21ാമത്തെ സൂറത്തുൽ അംബിയാ. അംബിയാ പ്രവാചകന്മാർ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 112. നബി അഥവാ പ്രവാചകന്റെ ബഹുവചനമാണ് അംബിയാ. പ്രവാചകന്മാരുടെ ചരിത്രവും അവരുടെ പ്രബോധന വീതിയിലെ അനുഭവ സാക്ഷ്യങ്ങളും വിവരിക്കുന്നുണ്ട് ഇതിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുറിദൂൻ മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ إلا استمعوه وهم يلعبون لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون ما آمنت قبلهم من قرية أهلكناها أفهم يؤمنون وما أرسلنا قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين فلما أحسوا بأسنا إذا هم منها يركضون لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون قالوا يا ويلنا إنا كنا ظالمين فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين وما خلقنا السماء والأرض وما بينهما لاعبين لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون أم اتخذوا آلهة من الأرض هم ينشرون لو كان فيهما آلهة إلا الله لفسدتا
فسبحان الله رب العرش عما يصفون لا يسأل عما يفعل وهم يسألون أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي بل أكثرهم لا يعلمون الحق وهم معرضون وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون ومن يقل منهم إني إله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 701 സൂറത്തുൽ അംബിയ ആയത്ത് 1. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു. മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളെപ്പറ്റിയും പറയുന്ന വാക്കുകളെപ്പറ്റിയും കണക്ക് നോക്കി ന്യായവിധി നടത്തുവാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് വിദൂരമാണെന്ന് ആരും ധരിക്കേണ്ട, അടുത്തു തന്നെ ആ കാര്യം നടക്കുന്നതാണ്. നാം നമ്മുടെ ദേഹത്തിൽ അണിഞ്ഞിട്ടുള്ള വസ്ത്രങ്ങൾ ദേഹത്തിൽ നിന്ന് അഴിക്കുന്നത് ആരായിരിക്കും? നാം തന്നെയോ അതോ മയ്യത്ത് കുളിപ്പിക്കുന്നവനോ? അതുപോലും നമുക്കറിഞ്ഞുകൂടാ. വേഗം വീട്ടിലെത്താൻ വേണ്ടി വലിയ വേഗതയുള്ള വാഹനത്തിൽ നാം യാത്ര ചെയ്യുന്നു. ചിലപ്പോൾ വാഹനാപകടം ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ നിത്യവും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഈ ഓർമ്മ വിട്ടു പോകരുത്. പക്ഷേ അധികം ആളുകൾക്കും ആ ഓർമ്മയില്ല. വഹും ഫീ ഗഫ്ലത്തിൻ മുരിദൂൻ, അവരാകട്ടെ അശ്രദ്ധയിലാകുന്നു, തിരിഞ്ഞു കളയുന്നവരുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളോടും തന്നെ അള്ളാഹു സംസാരിക്കുകയില്ല, അവനും അള്ളാഹുവിനും ഇടയിൽ യാതൊരു പരിഭാഷകനും ഉണ്ടായിരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളോടും തന്നെ അള്ളാഹു സംസാരിക്കാതിരിക്കുകയില്ല, അവനും അള്ളാഹുവിനുമിടയിൽ യാതൊരു പരിഭാഷകനും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അവൻ വലതുഭാഗത്തേക്ക് നോക്കും, താൻ മുമ്പ് ചെയ്തു വെച്ച കർമ്മമല്ലാതെ ഒന്നും കാണുകയില്ല. ഇടതുഭാഗത്തേക്കും നോക്കും, അപ്പോഴും മുമ്പ് ചെയ്തു വെച്ചതല്ലാതെ ഒന്നും കാണുകയില്ല. മുമ്പോട്ട് നോക്കും, അപ്പോൾ മുഖത്തിന് നേരെ നരകമല്ലാതെ കാണുന്നതല്ല. അതുകൊണ്ട് ഒരു കാരക്ക ചീള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാത്തുകൊള്ളുവീൻ. ബുഖാരി 75:12, മുസ്ലിം 23:95. പരലോകത്ത് വെച്ച് നടക്കുന്ന വിചാരണയെക്കുറിച്ചാണ് ഇങ്ങനെ വിവരിച്ചത്. കാരക്കച്ചീള് കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ കഴിവിൻ്റെ പരമാവധി നരകശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള കർമ്മങ്ങളിൽ നിരതരാവുക എന്നർത്ഥം. മറ്റൊരിക്കൽ പ്രവാചകൻ വിചാരണ ദിവസത്തെപ്പറ്റി പറയുന്നത് കാണുക, ഏതൊരു അടിയാനോടും താഴെ പറയുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടാലല്ലാതെ അവൻ്റെ കാലുകൾ നീങ്ങുന്നതല്ല. അവൻ്റെ ആയുസ് എന്തിൽ ചെലവഴിച്ചുവെന്നും അവൻ്റെ അറിവ് കൊണ്ട് എന്ത് പ്രവർത്തിച്ചുവെന്നും അവൻ്റെ ധനം എവിടെ നിന്ന് സമ്പാദിച്ചുവെന്നും അത് എന്തിൽ ചെലവഴിച്ചുവെന്നും അവൻ്റെ ശരീരം എന്തിൽ വിനിയോഗിച്ചുവെന്നും ചോദിക്കപ്പെട്ടിട്ടല്ലാതെ. തിർമുദി 26:02 ആയത്ത് 2. അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് പുതിയ യാതൊരു ഉത്ബോധനം വന്നെത്തുന്നില്ല. അവർ കളിക്കുന്നവരായ അവസ്ഥയിൽ കേൾക്കുന്നതായിട്ടല്ലാതെ. പേജ് നമ്പർ 1117. എന്തുപദേശമോ ഉത്ബോധനമോ നൽകിയാലും
അവരത് കേൾക്കും, പക്ഷേ കാര്യമായി കണക്കിലെടുക്കുകയില്ല. കേവലം കളിതമാശയായിട്ടാണ് അത് കേൾക്കുക. കേവലം കളിതമാശയായിട്ടാണ് കേൾക്കുക. ആയത്ത് 3. ലാഹിയതൻ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധമായ അവസ്ഥയിൽ. ആ ഉത്ബോധനമൊന്നും അവരുടെ മനസ്സിൽ തട്ടുകയില്ല. എന്ത് പറഞ്ഞാലും അവർ അവഗണിക്കും, നിസ്സാരമാക്കി തള്ളും. ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, അവനെ മാത്രം ആരാധിക്കണം. മരണശേഷം രണ്ടാമതൊരു ജീവിതമുണ്ട്. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം പരലോകത്തെ സൗഖ്യമാണ് എന്നിത്യാദി വിഷയങ്ങൾ അവർ കേട്ടാൽ തന്നെ അതവർ കാര്യമായി എടുക്കില്ല. ഇത്തരം മൗലിക വിഷയങ്ങൾ അവരുടെ ചിന്തക്ക് വിധേയമാക്കില്ല. തികഞ്ഞ അശ്രദ്ധയാണ്. എന്നാലോ ഭൂമിയിൽ നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളെയും അവർ പരിഗണിക്കും, ചിന്തിക്കും, സംസാരിക്കും. ഇത്തരത്തിലുള്ള ധാരാളം പേരെ നമുക്ക് ചുറ്റും കാണാം. ചെറിയവരും വലിയവരും അക്കൂട്ടത്തിലുണ്ട്. അവർ അക്രമികളായിട്ടുള്ളവർ സ്വകാര്യം പറയും, ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയല്ലേ ഇവൻ. അവിശ്വാസികൾ പലതും പറഞ്ഞുണ്ടാക്കി. പ്രവാചകനെതിരിൽ പല ആരോപണങ്ങളും അവർ ഉന്നയിച്ചു. വ്യാജവാദിയാണ്, ജാലവിദ്യക്കാരനാണ്, കവിയാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പുതിയത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കെ ഈ ജാലവിദ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണോ? ഇവൻ പറയുന്നത് കേട്ട് ആളുകൾ ആകൃഷ്ടരാകുന്നത് കണ്ടില്ലേ? ഇവന് ജാലവിദ്യ അറിയാം എന്നൊക്കെ നിഷേധികൾ പറഞ്ഞു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 702, സൂറത്തുൽ അംബിയാ ആയത്ത് 4, പേജ് നമ്പർ 1117. ഖാല റബ്ബി യഅലമുൽ ഖൗല ഫിസ്സമാഇ വൽ അർദി, അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബ് ആകാശത്തും ഭൂമിയിലുമുള്ള വാക്കുകളെല്ലാം അറിയുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവസ് സമീഉൽ അലീം, അവൻ സൂക്ഷ്മമായി കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ആയത്ത് 5. ബൽ ഖാലു അദ്വാഥു അഹ്ലാമിൻ, എന്നാൽ അവർ പറഞ്ഞു പാഴ്ക്കിനാവുകൾ. മുഹമ്മദ് അർത്ഥമില്ലാത്ത ഓരോ സ്വപ്നം കണ്ടിട്ട് വലിയ കാര്യമാണെന്ന് കരുതി പറയുന്നതാണിതൊക്കെ, അതിലൊന്നും ഒരു കഴമ്പുമില്ല എന്നും അവർ പറഞ്ഞു. ബലിഫ്തറാഹു, എന്നല്ല അവൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. ബൽ ഹുവ ശാഇർ, അല്ല അവൻ ഒരു കവിയാണ്. ഭവനാലോകത്ത് ബുദ്ധി സഞ്ചരിപ്പിച്ച് ഓരോന്ന് സങ്കല്പിച്ച് പറയുകയാണ്. ആയത്തു 1118. ഫല്യഅ്തിനാ ബിആയത്തിൻ, അതിനാൽ ഇവൻ നമുക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവരട്ടെ. കമാ ഉർസിലൽ അവ്വലൂൻ, മുൻഗാമികൾ അയക്കപ്പെട്ടതുപോലെ. മൂസ, ഈസ പ്രവാചകന്മാർ കാണിച്ചതുപോലെയുള്ള ഒരു അമാനുഷിക ദൃഷ്ടാന്തം ഇവൻ നമുക്ക് കാണിച്ചു തരട്ടെ. എന്നാൽ വിശ്വസിക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാം. ആയത്ത് 6, പേജ് നമ്പർ 1118. മാ ആമനത് ഖബ്ലഹും മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ, ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ച ഒരൊറ്റ നാട്ടുകാരും വിശ്വസിച്ചില്ല. ആ ജനതകൾ ദൃഷ്ടാന്തം ആവശ്യപ്പെട്ട് കാണിച്ചു കൊടുത്ത് വിശ്വസിച്ചില്ല. നാം അവരെ നശിപ്പിച്ചു. മിക്ക നാട്ടുകാരുടെയും അവസ്ഥ ഇതുതന്നെ. അഫഹും യുഅ്മിനൂൻ, ഇനി ഇവരാണോ വിശ്വസിക്കുന്നത്? ഇവരുടെ മുൻഗാമികൾ ആവശ്യപ്പെട്ട ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തിട്ട് വിശ്വസിക്കാതെ വാക്കുമാറിയപ്പോൾ അവരെ ശിക്ഷിച്ചു. അവരെപ്പോലെ തന്നെ ഇവരും. എല്ലാവരെയും സ്വാധീനിക്കുന്നത് പിശാചാണ്. ഇവരാവശ്യപ്പെടുന്നത് പോലെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തിട്ട് ഇവർ വിശ്വസിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ നടപടിക്രമം അനുസരിച്ച് ഇവരെ ശിക്ഷിക്കേണ്ടി വരും. അങ്ങനെ ശിക്ഷ നടത്തേണ്ടി വരുന്ന അവസ്ഥ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. സമൂലനാശത്തിനിടയാക്കേണ്ട എന്നാണ് തീരുമാനം. ഏത് കാലത്തും ഭൂരിപക്ഷം അവിശ്വാസികൾ തന്നെയായിരുന്നു. കുറച്ചുപേരെ വിശ്വാസം കൈക്കൊള്ളാൻ മുന്നോട്ട് വരാറുള്ളൂ. ആയത്ത് 7. വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാല, നിനക്ക് മുമ്പ് പുരുഷന്മാരെയല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. പ്രവാചകന്മാർ മലക്കുകളായിരുന്നില്ല, സ്ത്രീകളുമായിരുന്നില്ല. നൂഹി ഇലൈഹിം, അവർക്ക് നാം വഹ്യ നൽകിക്കൊണ്ടിരുന്നു. ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ വേദക്കാരോട് ചോദിച്ചു നോക്കുക. പുരുഷന്മാരെ മാത്രമേ റസൂലാക്കിയിട്ടുള്ളൂ, അവർക്ക് വഹ്യ നൽകി എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അതിൽ വേദവിജ്ഞാനമുള്ളവരാരും എതിര് പറയുകയില്ല. അതൊരു പുരാതന നടപടിയും യഥാർത്ഥ വിജ്ഞാനവുമാകുന്നു. ആയത്ത് 8. വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന ത്വആമ,
അവരെ നാം ഭക്ഷണം കഴിക്കാത്ത ശരീരങ്ങളാക്കിയിട്ടില്ല. വമാ കാനൂ ഖാലിദീൻ, അവർ ശാശ്വതന്മാരായിട്ടുമില്ല. പ്രവാചകന്മാർ ലോകത്ത് ശാശ്വതരായി ജീവിക്കുന്ന അവസ്ഥയിലാക്കിയിട്ടില്ല എന്ന് സാരം. സാധാരണ മനുഷ്യരെ പോലെ ജീവിതം നയിച്ചിരുന്ന മനുഷ്യർ തന്നെയായിരുന്നു അവർ. വികാരവും വിചാരവുമുള്ള പച്ച മനുഷ്യർ. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. അള്ളാഹു അവർ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് വഹി നൽകും. എന്നിട്ടവർ മനുഷ്യർക്ക് മാർഗദർശനം നൽകും. പേജ് നമ്പർ 1119, ആയത്ത് 9. പിന്നെ അവർക്ക് നാം വാഗ്ദത്തം നിറവേറ്റിക്കൊടുത്തു. അങ്ങനെ അവരെയും നാം ഉദ്ദേശിക്കുന്നവരെയും നാം രക്ഷപ്പെടുത്തി. അതിര് കവിഞ്ഞ് പ്രവർത്തിച്ചവരെ നാം നശിപ്പിക്കുകയും ചെയ്തു. ആയത്ത് 10. ലഖദ് അൻസൽന ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും, തീർച്ചയായും നാം നിങ്ങൾക്ക് ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു, അതിൽ നിങ്ങൾക്ക് ഉദ്ബോധനമുണ്ട്. അഫലാ തഖിലൂൻ, എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആയത്ത് 11. വകം ഖസംനാ മിൻ ഖർയത്തിൻ കാനത് ളാലിമതൻ, അക്രമികളായി എത്ര നാട്ടുകാരെയാണ് നാം ഉന്മൂലനം ചെയ്തിട്ടുള്ളത്. വഅൻശഅനാ ബഅദഹാ ഖൗമൻ ആഖരീൻ, അവരുടെ ശേഷം മറ്റൊരു കൂട്ടരെ നാം വളർത്തിയെടുക്കുകയും ചെയ്തു. ആയത്ത് 12. ഫലമ്മ അഹസ്സു ബഅസനാ, അങ്ങനെ നമ്മുടെ ശിക്ഷ അവർ അനുഭവിച്ചപ്പോൾ ഇദാഹും മിൻഹാ യർകുദൂൻ, അവരതാ അതിൽ നിന്നും ചാടിപ്പോകുന്നു. ആയത്ത് 13. ലാ തർകുദൂ, നിങ്ങൾ ചാടിപ്പോകേണ്ട. വർജിഉ ഇലാ മാ ഉത്രിഫ്തും ഫീഹി വമസാകിനിക്കും, നിങ്ങളുടെ സുഖാഡംബരങ്ങളിലേക്കും നിങ്ങളുടെ ഭവനങ്ങളിലേക്കും നിങ്ങൾ മടങ്ങിപ്പോവുക. ലഅല്ലകും തുസ്അലൂൻ, നിങ്ങൾ ചോദിക്കപ്പെടുന്നതിന് വേണ്ടി. നിഷേധികൾ ധിക്കാരം തുടരുകയും ശിക്ഷ വരികയും ചെയ്തപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്, അതിനെ പരിഹസിക്കുകയാണ്. നിങ്ങൾ എന്തിനോടിപ്പോകുന്നു? നിങ്ങളുടെ പാർപ്പിടങ്ങളും സുഖസൗകര്യങ്ങളും ഇവിടെയുണ്ടല്ലോ, അവിടേക്ക് മടങ്ങിപ്പോയിക്കൂടെ? നിങ്ങൾക്ക് എന്തിനാണിതെല്ലാം ഒഴിവാക്കി ഓടിപ്പോകുന്നത്? അവിടെ നിങ്ങളോട് പലരും പലതും ചോദിക്കാൻ വരുന്നുണ്ടാകും. ആയത്ത് 14. ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ, അവർ പറഞ്ഞു, ഞങ്ങളുടെ നാശമേ, തീർച്ചയായും ഞങ്ങൾ അക്രമികളായി തീർന്നിരിക്കുന്നല്ലോ. ആയത്ത് 15. ഫമാ സാലത് തിൽക ദഅവാഹും, അങ്ങനെ അവരുടെ വിലാപം അത് തന്നെയായി തീർന്നു. ഹത്താ ജഅൽനാഹും ഹസീദൻ ഖാമിദീൻ, കൊയ്തിട്ട വിള പോലെ ചലനമറ്റ നിലയിൽ അവരെ ആക്കുന്നതുവരെ. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 703, സൂറത്തുൽ അംബിയാ ആയത്ത് 16. വമാ ഖലഖ്നസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ, പേജ് നമ്പർ 1120. ആകാശത്തെയും ഭൂമിയെയും അവ രണ്ടിനും ഇടയിലുള്ളവയെയും കളിയായിട്ടല്ല നാം സൃഷ്ടിച്ചത്. പ്രപഞ്ച സൃഷ്ടിക്കും മനുഷ്യ സൃഷ്ടിക്കും വ്യക്തമായ ലക്ഷ്യമുണ്ട്. ആയത്ത് 17. ലൗ അറദ്ന അൻ നത്തഖിദ ലഹ്വ, നാം ഒരു വിനോദമുണ്ടാക്കുവാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലത്തഖദ്നാഹു മിൻ ലദുന്ന, നമ്മുടെ അടുക്കൽ നിന്ന് തന്നെ നാം അത് ഉണ്ടാക്കുമായിരുന്നു. ഇൻ കുന്നാ ഫാഇലീൻ, നാം അത് ചെയ്യുന്നവരല്ല. കളിയും തമാശയും ഇവിടെയില്ല, അതിനല്ല നിങ്ങളെ സൃഷ്ടിച്ചത്. ആയത്ത് 18. ബൽ നഖ്ദിഫു ബിൽ ഹഖ്ഖി അലൽ ബാതിലി, പക്ഷേ അസത്യത്തിൻ്റെ മേൽ സത്യം കൊണ്ട് നാം എറിയുന്നു. ഫയദ്മഉഹു, അങ്ങനെ സത്യം അസത്യത്തെ തകർക്കുന്നു. ഫഇദാ ഹുവ സാഹിഖുൻ, അപ്പോഴതാ സത്യം നാശമടയുകയാണ്. വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് നാശം. അള്ളാഹുവിൻ്റെ മഹത്വത്തിനൊരിക്കലും യോജിക്കാത്തതും വളരെ മോശമായിട്ടുള്ളതും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അപകടം ഭയങ്കരമാകുന്നു. ഈസാ നബി അലൈഹി സ്വലാമയെപ്പറ്റി അള്ളാഹുവിൻ്റെ പുത്രൻ എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു. അള്ളാഹുവിനെങ്ങനെയാണ് പുത്രൻ ഉണ്ടാകുക? അവൻ ഒരു സഹധർമ്മിണിയെ സ്വീകരിച്ചിട്ടില്ലല്ലോ എന്ന് അള്ളാഹു ചോദിച്ചു. വളരെ ന്യായമായി ചോദ്യം കൊണ്ട് ക്രിസ്ത്യാനികളുടെ അസത്യവാദം തകർന്നു. ഇതുപോലെ മുശ്രിക്കുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുവാനും അള്ളാഹുവിങ്കലേക്ക് ഞങ്ങൾ അടുപ്പിച്ചു തരുവാനുമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന്.
അള്ളാഹുവിൻ്റെ മഹത്വത്തിന് ഒട്ടും യോജിക്കാത്തതാണ് ഈ വാദം. അത്തരത്തിൽ ഒരു ശുപാർശകനും അള്ളാഹുവിനില്ല. അങ്ങനെ ശുപാർശക്കാരെ വിളിച്ചു തേടുന്നത് മഹാപാപമാണ് എന്നും ഏകദൈവാരാധനക്ക് വിരുദ്ധമാണ് എന്നും ഖുർആൻ വ്യക്തമാക്കി. വളരെ വ്യക്തവും യുക്തവുമായ ന്യായം കൊണ്ട് അള്ളാഹു ഈ വാദം തകർത്തു. ആയത്ത് 19, വലഹു മൻ ഫിസ് സമാവാതി വൽ അർദി, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അവൻ്റേതാകുന്നു. എല്ലാവരെയും സൃഷ്ടിച്ചതും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും അവൻ തന്നെ. വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി, അല്ലാഹുവിൻ്റെ അടുക്കലുള്ളവർ അവനെ ആരാധിക്കുന്നതിനെപ്പറ്റി അഹങ്കരിക്കുകയില്ല. അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ യാതൊരു താഴ്ചപ്പാടുമില്ല. മലക്കുകൾ അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പേജ് നമ്പർ 1121. വലാ യസ്തഹ്സിറൂൻ, അവർ ക്ഷീണിക്കുകയുമില്ല. അള്ളാഹുവിനെ ആരാധിച്ചിട്ട് ക്ഷീണം അവരെ ബാധിക്കുകയില്ല. എത്ര ആരാധിച്ചാലും ഉന്മേഷം വർദ്ധിക്കുകയേ ഉള്ളൂ. ആയത്ത് 20, യുസബ്ബിഹൂനൽ ലൈല വന്നഹാറ, രാവും പകലും അവർ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലാ യഫ്തുറൂൻ, അവർ തളരുകയില്ല. ആയത്ത് 21, അമിത്തഹദു ആലിഹതം മിനൽ അർദിഹും യുൻശിറൂൻ, അഥവാ പുനർജീവിപ്പിക്കാൻ കഴിവുള്ളവരായ വല്ല ദൈവങ്ങളെയും ഭൂമിയിൽ നിന്ന് അവർ സ്വീകരിച്ചിരിക്കുകയാണോ? ആയത്ത് 22, ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ, ആകാശഭൂമികളിൽ അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടും നാശപ്പെടുമായിരുന്നു. ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ രണ്ട് ശക്തികൾ ഉണ്ടാവുകയും ഓരോരുത്തരും അവരവരുടെ ഹൃദയാനുസരണം കാര്യങ്ങൾ നടത്തുകയും ചെയ്താൽ സർവവും തകരും. ഒരു സ്ഥാപനത്തിനോ ഓഫീസിനോ കമ്പനിക്കോ രണ്ട് മേധാവികൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കുക. ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ, അതിനാൽ സിംഹാസനത്തിൻ്റെ ഉടയവനായ അല്ലാഹു അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം പരിശുദ്ധനാകുന്നു. ആയത്ത് 23, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അവൻ ചെയ്യുന്നതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുകയില്ല, അവരാകട്ടെ ചോദ്യം ചെയ്യപ്പെടുന്നതുമാകുന്നു. ആയത്ത് 24, അമിത്തഹദൂ മിൻ ദൂനിഹി ആലിഹ, അതല്ല അള്ളാഹുവിനെ വിട്ട് മറ്റു ദൈവങ്ങളെ അവർ സ്വീകരിച്ചിരിക്കുകയാണോ? ഖുൽ ഹാതു ബുർഹാനക്കും, പറയുക നിങ്ങളുടെ പ്രമാണം നിങ്ങൾ കൊണ്ടുവരുവീൻ. ഹാദാ ദിക്റു മൻ മഅയ, ഇത് എൻ്റെ കൂടെയുള്ളവർക്കുള്ള ഉദ്ബോധനമാണ്. വദിക്റു മൻ ഖബ്ലി, എൻ്റെ മുമ്പുള്ളവർക്കുള്ള ഉദ്ബോധനവും ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരെല്ലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത അള്ളാഹുവിൻ്റെ സന്ദേശം ഇത് തന്നെയാണ്. സൃഷ്ടികർത്താവും രക്ഷാധികാരിയും പരിപാലകനുമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, വേറെ ആരെയും ആരാധിക്കരുത് എന്ന്. മറ്റു ആരാധ്യരുണ്ട് എന്നതിന് നിങ്ങൾക്ക് വല്ല രേഖയും തെളിവുമുണ്ടോ? ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ്ഖ, പക്ഷേ അവരിൽ അധിക പേരും സത്യം അറിയുന്നില്ല. ഫഹും മുഅ്രിദൂൻ, എന്നാൽ അവർ തിരിഞ്ഞു കളയുന്നവരാകുന്നു. ഈ ധിക്കാരവും നിഷേധവുമാണ് ഭൂരിപക്ഷത്തിൻ്റെ സ്വഭാവം. അറിയാത്തതല്ല ദോഷം, അറിഞ്ഞത് സമ്മതിച്ചു കൊടുക്കാതിരിക്കലാണ്. നിഷേധവും ധിക്കാരവും അഹങ്കാരവും തന്നെ. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 704, സൂറത്തുൽ അംബിയാ ആയത്ത് 25, പേജ് നമ്പർ 1122. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, നിനക്ക് മുമ്പ് ഒരൊറ്റ ദൂതനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അദ്ദേഹത്തിന് നാം ബോധനം നൽകിക്കൊണ്ടല്ലാതെ. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ആരാധ്യനില്ല, അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കുക എന്ന്. ഓരോ ജനതയിലും ദൈവദൂതന്മാർ വന്നപ്പോൾ അവരുടെ ദുർവൃത്തികൾക്കെതിരിൽ ശക്തമായി ശബ്ദമുയർത്തിയിരുന്നു. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ജനതയിലെ ലൈംഗിക അച്യുതി, ഷുഐബ് അലൈഹിസ്സലാമിൻ്റെ ജനതയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉദാഹരണം. എന്നാൽ പ്രധാന പ്രബോധന വിഷയം തൗഹീദ് തന്നെയായിരുന്നു എന്ന് ഈ ആയത്ത് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. മറിച്ചുള്ള ചില വാദങ്ങൾ അടിസ്ഥാനരഹിതമാകുന്നു. വേറെ തെളിവൊന്നും ആവശ്യമില്ല.
ഇതു തന്നെ മതി. ഇന്നത്തെ കാലത്ത് തൗഹീദിന് അത്ര പ്രാധാന്യം നൽകേണ്ടതില്ല, സാമൂഹ്യ തിന്മകൾക്കെതിരെയാണ് നാം കാര്യമായി ശബ്ദമുയർത്തേണ്ടത് എന്ന് വാദിക്കുന്ന സംഘടനകളുണ്ട്. സാമൂഹ്യ തിന്മകൾക്കെതിരിൽ പ്രതിഷേധിക്കുന്ന അനേകർ ഇവിടെയുണ്ട്. തൗഹീദും ആഖിറത്തും ഒക്കെ പറയാൻ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയ സന്ദേശം ഒന്നാണ്. ആരാധ്യൻ, അതായത് ആരാധിക്കപ്പെടാൻ അവകാശി ആയിട്ടുള്ളവൻ അല്ലാഹു മാത്രമാണ്. മറ്റാർക്കും യാതൊരു അവകാശവുമില്ല. ആ അവകാശം അല്ലാഹുവിന് മാത്രം കൊടുക്കണം, വേറെ ആർക്കും കൊടുക്കരുത്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, വേറെ ആരെയും ആരാധിക്കരുത്. ഈ സന്ദേശമാണ് ഏറ്റവും മുഖ്യമായത്. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിച്ചതും എല്ലാവരും പ്രബോധനം ചെയ്തതും ഈ സന്ദേശമാണ്. ആരാധന എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി അവസാനത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആധികാരികമായ വിശദീകരണം വളരെ ലളിതവും യുക്തവും വ്യക്തവും കാര്യമാത്ര പ്രസക്തവുമാണ്. പ്രാർത്ഥനയാണ് ആരാധന എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിനെ ആരാധിച്ചു. ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന വിധത്തിൽ പുണ്യകർമ്മം ചെയ്താൽ അള്ളാഹുവിനെ ആരാധിച്ചു. ദുഷ്കർമ്മം ഉപേക്ഷിച്ചാലും അള്ളാഹുവിനെ ആരാധിച്ചു. വിശ്വാസികൾ പള്ളികളിലേക്ക് പോകുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആ പോക്ക് ആരാധനയാണ്. അമ്പലത്തിലേക്കും കനീസയിലേക്കും ജാറത്തിലേക്കും പോകുന്നത് അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആ പോക്കും തുടർന്നുള്ള കാര്യങ്ങളും അവിടേക്കുള്ള ആരാധനകളാണ്. ഈ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൗഹീദ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിന് സാക്ഷ്യം വഹിക്കൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ആയത്ത് 26 വഖാലു ഇത്തഖദർ റഹ്മാനു വലദൻ സുബ്ഹാന, മഹാകാരുണികനായ അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന് അവർ പറഞ്ഞു. അവൻ എത്ര പരിശുദ്ധൻ. ബൽ ഇബാദും മുക്റമൂൻ, എന്നാൽ അവർ ആദരണീയരായ അടിമകളാകുന്നു. പേജ് നമ്പർ 1123. യേശു ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികളുടെ വാദം ഭയങ്കരമായ ദുരാരോപണമാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. മലക്കുകളെപ്പറ്റി അള്ളാഹുവിൻ്റെ പുത്രിമാരെന്ന് ഒരു കൂട്ടർ പറഞ്ഞു. അത് വളരെ നീചമായ തോന്യാസമാണ്. മലക്കുകൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്, ആദരണീയരാണ്. ആയത്ത് 27 ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി, അവർ വാക്കുകൊണ്ട് അവനെ മുൻകടക്കുകയില്ല. വഹും ബി അംരിഹി യഅമലൂൻ, അവൻ്റെ കൽപ്പന അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പാക്കുന്നവരാണ്. കൽപ്പന കിട്ടാതെ ഒന്നും അവർ പ്രവർത്തിക്കുകയില്ല. ആയത്ത് 28 യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അവൻ അറിയുന്നു. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർ ശുപാർശ പറയുകയില്ല. ഭൂലോകത്ത് നടക്കുന്ന തരത്തിലുള്ള ഒരു ശുപാർശയും അള്ളാഹുവിൻ്റെ അടുക്കലില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയണമെങ്കിൽ ആദ്യം അള്ളാഹുവിൻ്റെ സമ്മതം കിട്ടണം. യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടിയല്ലാതെ അള്ളാഹു സമ്മതം കൊടുക്കുകയുമില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ വിളിച്ച് തേടിയാൽ ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയുമെന്ന് വാദിക്കുന്നതിന് യാതൊരടിസ്ഥാനവുമില്ല. വഹും മിൻ ഖശ്യതിഹി മുഷ്ഫിഖൂൻ, അവർ അവനോടുള്ള ഭയം നിമിത്തം കിടിലം കൊള്ളുന്നവരാകുന്നു. പിന്നെ എങ്ങനെ ശുപാർശ ചെയ്യും? മറ്റുള്ളവരുടെ കാര്യം ഏറ്റെടുക്കാൻ അവർക്ക് എങ്ങനെ കഴിയും? അവരെപ്പറ്റിയൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. അവരുടെ കാര്യത്തെപ്പറ്റി തന്നെ ആശങ്കയിലാണ്. മരിച്ചവർ കേൾക്കുകയില്ല എന്നത് മറ്റൊരു കാര്യം. ആയത്ത് 29 വമൻ യഖുൽ മിൻഹും ഇന്നി ഇലാഹും മിൻ ദൂനിഹി, അവന് പുറമെ ഞാനൊരു ഇലാഹാണെന്ന്, ആരാധ്യനാണെന്ന് അവരിൽ ആരെങ്കിലും പറയുന്ന പക്ഷം ഫദാലിക നജ്സിഹി ജഹന്നം, അവന് നാം നരകത്തെ പ്രതിഫലം കൊടുക്കുന്നതാകുന്നു. കദാലിക നജ്സിൽ ളാലിമീൻ, അക്രമങ്ങൾക്ക് നാം പ്രതിഫലം കൊടുക്കൽ അങ്ങനെയാണ്. നോക്കുക, മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഇത് പറഞ്ഞത്. വിഷയത്തിൻ്റെ ഗൗരവം എടുത്തു കാണിച്ചതാണ് ഇവിടെ. മലക്കുകളിൽ നിന്ന് ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുകയില്ലെന്ന് തീർച്ച. അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും നീ ആരാധിക്കുന്ന പക്ഷം നിന്റെ കർമ്മങ്ങളെല്ലാം തകർന്നു പോകുമെന്ന് പ്രവാചകനോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സുമർ 65. ഷിർക്കിൻ്റെ അപകടം വ്യക്തമാക്കിയതാണിതെന്ന് തീർച്ച. ഷിർക്കിൻ്റെ വാക്കോ പ്രവൃത്തിയോ ആരിൽ നിന്നുണ്ടായാലും രക്ഷയില്ല, എത്ര ഉയർന്നവനായാലും ശരി. ഒരു കാര്യം നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ നടക്കുമെന്ന് മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞതായി ചിലർ പാട്ടുപാടുന്നു. ആളെ നോക്കുകയല്ല വിഷയമാണ് നോക്കുക എന്ന അടിസ്ഥാന തത്വം വളരെ പ്രധാനമാകുന്നു. ആ വാക്ക് ആര് പറഞ്ഞാലും ശരി, ഇസ്ലാമിന് പുറത്ത്
വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോക്ക് വായ്ക്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ എന്ന് പറഞ്ഞതും എന്നെ പിടിച്ചവർ ഏതും പിടിക്കേണ്ട, എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ എന്ന് പറഞ്ഞതുമൊക്കെ ഈ ഇനത്തിൽപ്പെട്ടതാകുന്നു. അങ്ങനെ പറഞ്ഞവർക്ക് രക്ഷയില്ല. ആളെ നോക്കണ്ട, വിഷയം നോക്കുക. ഷെയ്ഖ് ഒരിക്കലും അങ്ങനെ പറയുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മനസ്സിലാകുക. ആരൊക്കെയോ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഈ കഥകളൊക്കെ. എന്നാൽ ഞാൻ ദൈവമാണെന്ന് വല്ലവനും ഫിർഔനെ പോലെ വാദിച്ചാൽ അവന് നരകമല്ലാതെ മറ്റെന്ത് ശിക്ഷ നൽകും?